മലയാളികളുടെ ആഘോഷം എവിടെയുണ്ടോ അവിടെ ഫുഡ് നിർബന്ധമാണ് അല്ലേ? കേശവമാൻ പറയാ അല്ലാന്ന്. പുള്ളിയുടെ പോക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്നലെ മേടിച്ച കപ്പലണ്ടി ഇപ്പോഴും ഉണ്ടാവും, കളഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെ എൻ്റെ അമ്മയ്ക്ക് കഞ്ഞിയും പയർ മുതലേ സ്പാനിഷ് ഡിഷായ ഗസ്പാച്ച വരെ നല്ല വെടിപ്പായിട്ട് ഉണ്ടാക്കാനറിയാം. പക്ഷേ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്ത് വരെ പഠിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ട്. ബാക്കിയുള്ള ദിവസം വീട്ടിൽ പുല്ല് വലിയുള്ള എനിക്ക് ആ ഗ്യാസ് സിലിണ്ടർ തീരണതിൻ്റെ അന്നും പുല്ല് വലിയ. കാരണം അപ്പനെ കണക്ട് ചെയ്യാൻ എനിക്കറിയില്ല, അവിടെ എനിക്ക് റോളില്ല. ഈ അടുത്ത് കണ്ട ഒരു ചായപ്പൊടിയുടെ പരസ്യത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ വരെ ഒരു കപ്പ് ചായയിൽ അലിയിച്ച് തീർക്കൂ, സ്നേഹം പടുത്തുയർത്തു എന്ന്. ഇന്നലെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു കപ്പ് ചായയുടെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ. ഇതുവരെ തീർന്നിട്ടില്ല. എൻ്റെ അപ്പൻ്റെ ഒരു ഹോബിയുണ്ട്, ഫ്രീ ആയിട്ട് കൂട്ടുകാർക്കൊക്കെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം അപ്പൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇവിടെ കള്ളം കയറി ഭയങ്കര മോഷണമാണ്, എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നല്ലൊരു പട്ടീനെ മേടിച്ചിട്ട് മുറ്റത്ത് കെട്ട്, അത് ഡീൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ 2.5 ലക്ഷം മുടക്കിയിട്ട് ഒരു നല്ല പട്ടീനെ മേടിച്ചിട്ട് മുറ്റത്ത് കെട്ടി. 3 ദിവസം കള്ളൻ്റെ പൊടി പോലും അവിടെ ഇല്ല. അപ്പോൾ അപ്പം വലിയ കമ്മല് വർക്കൗട്ടായി എന്നുള്ള മൈൻഡിൽ നടക്കുക. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുകയാണ്, അതേ എടാ കള്ളം കയറി, അത് എൻ്റെ വീട്ടിൽ കയറിയെന്ന്. അപ്പം അപ്പം ചോദിച്ചു, എന്നിട്ട് നിൻ്റെ പണം സ്വർണ്ണമൊക്കെ പോയോ എന്ന് ചോദിച്ചു. അതൊന്നും പോയിട്ടില്ല, സമാധാനം. പിന്നെ ആ 2.5 ലക്ഷത്തിൻ്റെ പട്ടീനെ കള്ളടിച്ചുകൊണ്ട് പോയെന്ന്. എൻ്റെ കൂട്ടുകാരനുണ്ട്, ദീപു എന്നാണ് പേര്. അപ്പനെ തീരെ ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഇവ കാട്ടുകോഴിയാണെന്ന് വിചാരം, എല്ലാ പെൺപിള്ളേരെ പിന്നാലെ നടക്കുമെന്നുള്ളൊരു ബാഡ് ഇമേജ് അപ്പൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അവൻ വളരെ ഡീസൻ്റാണ്. ആകെ ഒരു പെൺകുട്ടീനെ മാത്രമേ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. അവളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് 3 വർഷം നടക്കുന്നത്. പക്ഷേ അത് അവൾക്കറിയില്ല. 3 വർഷം കഴിഞ്ഞിട്ട് അവൾ ഇവനെ വിളിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ സീനാണ്. ദൈവം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ടൈമാണത്. അന്ന് രാത്രി വിളിച്ചു, എടാ ദീപോ നിനക്ക് എൻ്റെ പിള്ളേരെ അച്ഛനാൻ പറ്റുമെന്ന്. ഇവൻ കേട്ട പതി കേൾക്കാത്ത പതി ചെന്ന് നോക്കുമ്പോൾ ഏതൊരു ട്രൂ ലവിലുണ്ടായ 2 പിള്ളേരും ഒന്ന് ഒക്കത്തും ഒന്ന് നിലത്ത് നിൽക്കുന്നത്. ആ പിള്ളേരെ അപ്പനാവാനാണ് ദീപനെ വിളിച്ചത്. ഇതിപ്പോൾ നാരങ്ങളാണ് കുഴപ്പമില്ല, ആരെങ്കിലുമൊക്കെ കലക്കി ഉണ്ടാക്കി തരുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നാരങ്ങയുടെ അത്ര മുതൽ 2 പിള്ളേരാണ്.